ഇ ഡി കേസെടുത്ത ഏതെങ്കിലും ഒരു ബി.ജെ.പി. നേതാവിന്റെ പേര് നിങ്ങൾക്കറിയോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു നേതാവ് ഉണ്ടാവുമായിരുന്നു കെ സുരേന്ദ്രൻ, കൊടകര കുഴൽപ്പണ കേസ്. പക്ഷെ ആ കേസിൽ സുരേന്ദ്രനെ പൊതുസ്ഥാനത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇ ഡി എത്തിയത്. ആ കേസ് അന്വേഷിച്ച ശേഖർ കുമാർ എന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ, ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഇപ്പോൾ ഒരു കേസിലെ പ്രതിയാണ്. കേരളത്തിലെ ഒരു വ്യാപാരിയോട് 2 കോടി രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ട ആ കേസിലാണ് പ്രതി. കേസ് ഇ ഡി നടപടി സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. എന്തായാലും ഇ ഡിക്കെതിരെ വലിയ വിമർശനം കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. നമ്മുടെ സുപ്രീം കോടതി തന്നെ പറയുന്നു, ഫെഡറൽ തത്വങ്ങളൊന്നും നിങ്ങൾ പാലിക്കുന്നില്ലല്ലോ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് കോടതി ചോദിക്കുകയാണ് തമിഴ്നാട്ടിലെ കേസ്. ആരാണ് ഈ ഇ ഡി? ഇ ഡി കഴിഞ്ഞ 10 വർഷത്തിനിടെ, അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരം ഏറ്റതിനു ശേഷം ഇങ്ങോട്ട് ഏതാണ്ട് 7403 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറും 47 കേസ് മാത്രമാണ് കോടതിയിൽ വിചാരണ നടക്കുന്നത്. ഈ കാലയളവിൽ 193 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ, അതും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറും 2 കേസിൽ മാത്രമാണ് കോടതിയിൽ നടപടി മുന്നോട്ട് പോയത്, അതായത് അവർ പ്രതികളാണ് എന്ന് വിധിക്കപ്പെട്ടത്. ഒരു ബി.ജെ.പി. നേതാവും ഇങ്ങനെ കേസിൽ പെട്ടിട്ടുമില്ല. തമിഴ്നാട്ടിലെ സർക്കാർ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഞങ്ങൾക്കൊരു ഇ ഡിയെയും ഞങ്ങൾക്കൊരു മോദിയെയും പേടിയില്ല, ഞങ്ങൾ കോടതിയിൽ പോകും. കോടതി പറഞ്ഞു, ഈ പരിപാടി നടത്തരുത് ഇ ഡി എന്ന്.